ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും DP സ്പൈസസിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ 10 ചുവന്നുള്ളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തു. ചതയ്ക്കാനേ പാടൂ കേട്ടോ. പത്തിരി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് ചേർക്കുക. ചെറുതീയിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അത് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം കണക്കിനാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിപ്പൊടിയുടെ മിക്സ് ചേർക്കാം. മിക്സ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം അടച്ച് മൂടി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പത്തിരിപ്പൊടി ഒരു പരന്ന പാത്രത്തിലിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ മിക്സും 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചെറു ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ പച്ചവെള്ളം വെച്ചിട്ട് അതിൽ കൈ തൊട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് ഇനി ഒരു 1.5 ഇഞ്ച് കനത്തിൽ, ഏകദേശം ഒരു 1.5 ഇഞ്ച് കനത്തിൽ നമുക്കത് പരത്തി ഒരു പാത്രം കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പത്തിരിയാണിത്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പത്തിരി ഓരോന്നായി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ പത്തിരി ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. 2-3 എണ്ണം ഇട്ട് വീതം മാത്രമേ പൊരിച്ചെടുക്കാവൂ. കൂടുതൽ തീയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറം കരിയും അകം വേകാതെയും ഇരിക്കും. അങ്ങനെ അത് നോക്കി വേണം പൊരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ പൊരിച്ച പത്തിരി റെഡിയായി ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.